അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിൽ കുടുംബസംഗമത്തിന് പോയതാണ്. പോയി ചെന്നപ്പം സ്ഥിരമുള്ളതുപോലെ തന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ചെന്ന് അച്ചാച്ചൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ച് കുഞ്ഞിനെയൊക്കെ ഒരുക്കിക്കൊണ്ടൊക്കെ പോയപ്പോഴത്തേക്ക് ഞാനങ്ങ് താമസിച്ചു പോയി. ചെന്നപ്പോഴത്തേക്ക് അവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം കുറച്ച് നേരം എല്ലാവരും തമ്മിലൊന്ന് സംസാരിച്ച് ഫുഡ് കഴിച്ച് പിരിയാൻ വേണ്ടിയാണ് നടത്തിയത്. അപ്പോൾ അവിടെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ചെന്ന് നോക്കിയപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് അവിടെ ഇവിടെ ഇരിക്കുന്നു. നമ്മളെ കണ്ടതിൻ്റെ ഒരു സന്തോഷമൊക്കെ എല്ലാവരുടെയും മുഖത്തുണ്ട്. കാരണം എല്ലാ പരിപാടികൾക്കൊന്നും പോവാറില്ലായിരുന്നു, സമയം കിട്ടാറില്ല. കൂടുതൽ നൈറ്റ് ഡ്യൂട്ടി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പോകാത്തത് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ നാത്തൂനിരുന്ന് ബൈബിൾ വായിക്കുന്നു. അപ്പോൾ അതൊക്കെ അകത്തോട്ട് നുഴഞ്ഞ് അങ്ങോട്ട് കയറി ചെന്ന് അമ്മയുടെ കയ്യിലോട്ട് കുഞ്ഞുവാവെ കൊടുത്തിട്ട് ഞാനും പതുക്കെ ഒരു മൂല പിടിച്ച് തറയിൽ തന്നെ അങ്ങിരുന്നു. ഇരുന്നതിന് ശേഷം നോക്കിയപ്പോൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന നടക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിയും പരിപാടിയായിട്ടൊക്കെ ഇരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കുടുംബസംഗമമാണ്. എല്ലാവർക്കും അപ്പോൾ ഇതിനകത്തേക്ക് എല്ലാവരും കാണിച്ചത് എന്നാൽ പിന്നെ എല്ലാവരും ആദ്യം തൊട്ടൊന്ന് കാണിച്ചേക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പതുക്കെ എഴുന്നേക്കാനൊക്കെ തുടങ്ങി. അവരവരുടെ ട്രോഫിയൊക്കെ എടുത്തുകൊണ്ട് പതുക്കെ വെളിയിലോട്ട് ഇറങ്ങി. അല്ലാതുള്ളവർ അകത്തിരുന്നു. അമ്മാച്ചനുണ്ട്, അമ്മയുടെ ചേട്ടത്തിയുണ്ട്, ചേട്ടത്തിയുടെ ഹസ്ബൻഡുണ്ട്, പിന്നെ ചേട്ടത്തിയുടെ മക്കൾ, അമ്മാച്ചന്മാരുടെ മക്കൾ, കൊച്ചുമക്കൾ, അങ്ങനെ എല്ലാവരും കൂടി സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് കുറേ നേരമൊക്കെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ ആയി. അന്നത്തേക്ക് സമയം 10 മണിയായി കേട്ടോ, രാത്രി 10 മണിയായി. എൻ്റെ മകൾ അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം കറങ്ങി നടക്കുന്നുണ്ട്. ദിയാമോള് ദനഹാമോളുടെ ആരെയോ കയ്യിലുണ്ട്, ആരൊക്കെയോ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. നാത്തൂൻ വന്നു. അപ്പോൾ നാത്തൂൻ നാളെ പോവാണ്. അപ്പോൾ പിന്നെ റൈസും ചിക്കനും ആയിരുന്നു ഫുഡ്. പിള്ളേരെല്ലാം ഇരുത്തി അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു. എല്ലാവരും സന്തോഷമായിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പാത്രത്തിലെടുത്ത് അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് അങ്ങ് കഴിച്ചതിന് ശേഷം എല്ലാവരും സന്തോഷമായിട്ട് ഫുഡ് കഴിച്ചു. നേരത്തേക്ക് നാത്തൂൻ സ്പ്രൈറ്റൊക്കെ കൊണ്ട് കൊടുത്തു. അതിൻ്റെ പുറകെ ഐസ്ക്രീമും കൊണ്ട് കൊടുത്തു. അന്നേരത്തേക്ക് മാമയുടെ ചേട്ടത്തിയും അവിടെ നിന്ന് കഴിക്കാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കഴിക്കാനിരുന്നു. ഇപ്പോഴാണ് അച്ചാച്ചൻ വെളിയിൽ നിന്ന് അകത്തോട്ട് കയറിയത്. അച്ചാച്ചനും ഞാനും ആങ്ങളെയും നാത്തൂനും ലാസ്റ്റ് ഇരുന്ന കാരണം അവസാനം ഇരിക്കുന്നതിൻ്റെ പ്രയോജനം അറിയാമല്ലോ. അങ്ങനെ നമുക്കായതുകൊണ്ട് ചിക്കനും വന്നു, ബീഫും വന്നു കേട്ടോ. ബീഫും കിട്ടി. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുവാവയ്ക്ക് ഒരേ നിർബന്ധം. ആ വണ്ടി കണ്ടപ്പം തൊട്ട് അവൾക്ക് ഇങ്ങനെ വണ്ടിയിലോട്ട് ആയാൻ തുടങ്ങി. എന്നാൽ പിന്നെ പതുക്കെ അതിലൊന്ന് കയറ്റി ഇരുത്തേക്കാമെന്ന് വിചാരിച്ച് കയറ്റിയിരുത്തി. ഇതെന്തുവാന്നുള്ള ആശ്ചര്യത്തിൽ പുള്ളിക്കാരി ഇങ്ങനെ ഇതിലൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്ക് കുട്ടിപ്പട്ടാളം മൊത്തം നമ്മുടെ അടുത്ത് വന്നിട്ട് പിന്നെ കുഞ്ഞുവാവയും കൊണ്ട് കളിപ്പിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് പതുക്കെ കുഞ്ഞുവാവ അതിൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ പിടിച്ചൊക്കെ നോക്കി ഏതെങ്കിലും ഊരിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ള ചിന്തയായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ഒന്നും ഊരിയില്ല. അതിന് മുമ്പ് ഇച്ചിരി നേരം അതിലൊക്കെ ഒന്ന് നിന്നിട്ട് ഓണാക്കി വിട്ടില്ല. കാരണം വിട്ടുപോയാൽ അറിയാൻ പറ്റത്തില്ലല്ലോ, എവിടെയെങ്കിലും ചെന്ന് മറിഞ്ഞ് വീണാൽ. അതുകൊണ്ട് ഓണാക്കി വിട്ടില്ല. അങ്ങനെ ആരോ ഒരു കണ്ണാടി കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ അത് വെച്ചൊരു സെൽഫി എടുത്തു. അവിടുന്ന് ഇറങ്ങി 12 മണിയായി.